തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി സൂപ്പർ താരം വിജയ് രംഗത്ത് വന്നു കഴിഞ്ഞു. വിജയുടെ രാഷ്ട്രീയം എന്താണ്? വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏതെല്ലാം പാർട്ടികൾക്കാണ് അത് കോട്ടമാകുന്നത്, നേട്ടമാകുന്നത്? ഡി എം കെക്കാണോ, അണ്ണാ ഡി എം കെക്കാണോ, ബി ജെ പിക്കാണോ? അതോടൊപ്പം തന്നെ വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തിറങ്ങിയാൽ അത് ബോക്സ് ഓഫീസിൽ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റാകുമോ, അതോ 8 നിലയിൽ പൊട്ടുമോ? ഇതിനെല്ലാം നിരവധി ഉദാഹരണങ്ങളും ചരിത്രവും തമിഴ് സിനിമയിലും തമിഴ് രാഷ്ട്രീയത്തിലുമുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. എന്താണ് വിജയുടെ രാഷ്ട്രീയം? അത് വളരെ വ്യക്തമാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ചയാണ് വിജയ് അവകാശപ്പെടുന്നത്. ആ രാഷ്ട്രീയമാണ് വിജയ് മുന്നോട്ട് വെക്കുന്നതും. വിജയുടെ പാർട്ടി ഒരു ദ്രാവിഡ പാർട്ടിയായിരിക്കുമെന്ന സൂചനകളാണ് ഇതുവരെ വിജയ് നൽകിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഡി എം കെയുടെയോ അണ്ണാ ഡി എം കെയുടെയോ ഒരു പിന്തുടർച്ച, അല്ലെങ്കിൽ ആ മട്ടിലെ പുതിയൊരു പാർട്ടി എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഏറ്റവും വലിയ അഭ്യൂഹങ്ങളൊക്കെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അതിന് ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ളൊരു മുന്നൊരുക്കം എന്ന നിലയിലാണ് വലിയൊരു മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. ആ ചടങ്ങിൽ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ വിജയ് തന്നെ നിന്ന് അവാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു. രാവിലെ മുതൽ പാതിരാത്രി വരെ നീണ്ട വലിയ ചടങ്ങായിരുന്നു. ഓരോ കുട്ടിക്കും ഭക്ഷണ ചെലവും യാത്രാ ചെലവും നൽകിയാണ് അവിടെ എത്തിച്ചതും. ക്യാഷ് അവാർഡ് അടക്കമുള്ള മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. അവിടുത്തെ വിജയുടെ പ്രസംഗം ഏറ്റവും പ്രധാനമാണ്. ആ പ്രസംഗത്തിൽ വിജയ് കുട്ടികളോട് പറഞ്ഞത്, നിങ്ങൾ തമിഴ്നാടിൻ്റെ ചരിത്രം അറിയുമ്പോൾ ചിലരെ പഠിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അംബേദ്കറെ പഠിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ പെരിയാറെ പഠിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കാമരാജിനെ പഠിക്കണം എന്ന് പറഞ്ഞു. വിജയ് ഇവിടെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ചില പേരുകളുണ്ട്, ഒഴിവാക്കിയ പേരുകൾ. അത് എം ജി ആറിൻ്റേതുണ്ട്, കരുണാനിധിയുടേതുണ്ട്, ജയലളിതയുണ്ട്. എന്തുകൊണ്ടാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ 3 പ്രധാനപ്പെട്ട പേരുകൾ ഒപ്പം അംബേദ്കറുടെ പേര് പറയുമ്പോൾ ഈ 3 പേരുകൾ വിട്ടുകളഞ്ഞത്? ബോധപൂർവമായ ഒരു ഒഴിവാക്കലായിരുന്നു അത്. അവിടെയാണ് വിജയുടെ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറിയാൻ കഴിയുക. തമിഴ്നാട്ടിലെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജസ്റ്റിസ് പാർട്ടി മുതൽ തുടങ്ങുന്ന EV രാമസ്വാമി തുടങ്ങിയ മൂവ്മെൻറ്റ്, ദ്രാവിഡ കഴകം, അവിടെ നിന്ന് അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നു. അണ്ണാദുരൈയുടെ പേരും EV രാമസ്വാമിയുടെ പേരും, അല്ലെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കണമെന്ന് പറയുന്നു. ഒപ്പം ദളിത് രാഷ്ട്രീയമടക്കം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ നീതിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച അംബേദ്കറെയും പഠിക്കണം എന്ന് പറയുന്നു. അവിടെ വളരെ വ്യക്തമാണ്, അംബേദ്കർ ആയാലും EV രാമസ്വാമി ആയാലും അണ്ണാദുരൈ മുന്നോട്ട് വെച്ച സാമൂഹ്യ നീതിയുടെ ദ്രാവിഡ രാഷ്ട്രീയം ആണ് വിജയ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതേ ദ്രാവിഡ രാഷ്ട്രീയം ഉപയോഗിച്ച് അധികാരത്തിലേറിയ MGRും കരുണാനിധിയും ജയലളിതയും അവർക്കെല്ലാം നേരിടേണ്ടി വന്ന നിരവധി അഴിമതി ആരോപണങ്ങൾ, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ട് അവർ പലപ്പോഴും മറ്റ് എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളോട് പോലും സന്ധി ചെയ്യേണ്ടി വന്നത്, സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പോലും കൂടിച്ചേർന്ന് ഭരിക്കേണ്ടി വന്ന അവസ്ഥ, ഇവരെല്ലാം നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ. ആ ആരോപണങ്ങളെ താൻ തള്ളിപ്പറയുന്നു. താൻ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് തമിഴിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ പാതയാണ് എന്നത് വ്യക്തമാക്കുക കൂടിയാണ് അവിടെ വിജയ് ചെയ്യുന്നത്. അപ്പോൾ വിജയുടെ രാഷ്ട്രീയം വ്യക്തമാണ്. അത് ദ്രാവിഡ രാഷ്ട്രീയമാണ്. അത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. അത് വിജയുടെ സിനിമയിലെ ഡയലോഗുകൾ മുതൽ, അത് GSTക്കെതിരായുള്ള ഡയലോഗുകൾ മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കാലത്തടക്കം അദ്ദേഹം വിവിധ ഘട്ടത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളടക്കം അത് വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ ആർക്കാണ് തിരിച്ചടിയാവുന്നത്? ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ സ്വാഭാവികമായും തിരിച്ചടി നേരിടാൻ പോകുന്നത് DMKയ്ക്കും അണ്ണാ DMKയ്ക്കും തന്നെയാവും. കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിലെ വോട്ടുകളാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ കരുത്തോടു കൂടി നിൽക്കുന്ന DMKയ്ക്ക്, പ്രത്യേകിച്ച് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും നേതൃത്വം നൽകുന്ന DMKയുടെ വോട്ട് ബാങ്കിലേക്കാവും സ്വാഭാവികമായും വിജയ് കടന്നു കയറുക. വിജയുടെ വലിയൊരു വിഭാഗം വോട്ട് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്, തൊഴിലാളികളാണ്, മത്സ്യമേഖലയിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുണ്ട്. ഇത്തരം ചെറുപ്പക്കാരും തൊഴിലാളികളുമെല്ലാം അടങ്ങുന്ന ആളുകൾ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഈ DMKയുടെ വോട്ട് ബാങ്കിലേക്ക് വലിയ തോതിലുള്ള കടന്നുകയറ്റം വിജയുടെ പാർട്ടിയിൽ നിന്നുണ്ടാവും. ഒപ്പം തന്നെ അണ്ണാ DMKയുടെ വോട്ട് ബാങ്കിലും സമാനമായ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം വിജയുടെ ഭാഗത്തുണ്ടാവും.
ഇങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വോട്ടുകൾ പലതായി ഭിന്നിച്ചാൽ സ്വാഭാവികമായും അവിടെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്കാവും. കാര്യമായ സംഘപരിവാർ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരുടെ വോട്ടുകൾ ശേഖരിക്കാൻ വിജയുടെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തെ എതിർക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന പാർട്ടി എന്ന നിലക്ക് ബി ജെ പിക്കാവും ഒരു തരത്തിൽ പറഞ്ഞാൽ താൽക്കാലികമായെങ്കിലും നേട്ടം ഉണ്ടാവുക. മറ്റൊന്ന്, വിജയുടെ രാഷ്ട്രീയം ഹിറ്റാകുമോ, ബോക്സ് ഓഫീസിൽ എട്ടുനിലയിൽ പൊട്ടുമോ എന്നുള്ളതാണ്. രണ്ടിനും നിരവധി ഉദാഹരണങ്ങളുണ്ട്. സിനിമയിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി കസേരയേറിയ MGRൻ്റെയും ജയലളിതയുടെയും കഥയുണ്ട്. അതിനപ്പുറം സ്വന്തം തിരക്കഥകൾ രചിച്ചുകൊണ്ട് സിനിമയെ രാഷ്ട്രീയ തിരക്കഥകളാക്കി മാറ്റിക്കൊണ്ട് തമിഴ്നാടിൻ്റെ മനസ്സു നിയന്ത്രിച്ച കരുണാനിധിയുടെ വിജയകഥയുണ്ട്. ഒപ്പം MGRനൊപ്പം തലപ്പൊക്കമുള്ള നടനായിരുന്നിട്ടും എല്ലാ പാർട്ടിയിലും പല പാർട്ടികൾ മാറി മാറിപ്പോവുകയും സ്വന്തം പാർട്ടി പലതവണ രൂപീകരിക്കുകയും ചെയ്തിട്ടും എല്ലായിടത്തും പൊട്ടിപ്പോയ ശിവാജിയുടെ കഥയുണ്ട്. ഇങ്ങ് രജനീകാന്ത് ഇപ്പോൾ രാഷ്ട്രീയം തുടങ്ങും, രാഷ്ട്രീയ പാർട്ടിയിൽ കടക്കുന്നുവെന്ന് പലവട്ടം പറഞ്ഞിട്ടും രാഷ്ട്രീയ പാർട്ടി തുടക്കത്തിൽ തന്നെ പട്ടുപോയ ആ രജനീകാന്തിൻ്റെ കഥയുണ്ട്. അല്ലെങ്കിൽ കമലഹാസൻ വലിയ കൂളിളക്കമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രം നിൽക്കുന്ന കമലഹാസനുണ്ട്. അങ്ങനെ ശരത് കുമാർ മുതൽ നെപ്പോളിയൻ മുതൽ അങ്ങനെ നിരവധി നേതാക്കൾ, വിജയകാന്ത് അടക്കമുള്ള നിരവധി നേതാക്കളുടെ നേട്ടങ്ങളുടെയും തകർച്ചകളുടെയും കഥകളുണ്ട്. ഇതിൽ എന്താവും വിജയെ കാത്തിരിക്കുക എന്നത് കാലം നൽകേണ്ട ഉത്തരം.